വർണ്ണമോള് വന്നല്ലോ. വല്യച്ഛൻ വന്നിട്ടുണ്ട്. നമസ്തേ തമ്പുരാൻ. ചിത്രഭാന തമ്പുരാൻ. പേര് പ്രിയംവദ. അങ്കവടിയും അഴകും കൂടെ ചേരുമ്പോ കാഴ്ചക്കൊരു വിരുന്ന് തന്നെ. ഒരു കാര്യം പറയാനാണ് നോം വന്നത്. പറഞ്ഞോളൂ. നാം ആര്, കൊട്ടാരത്തിൽ നമ്മുടെ സ്ഥാനം എന്ത്, അതൊന്നും വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ. തമ്പുരാക്കന്മാരുടെ മക്കൾ നൃത്തം പഠിക്കുന്നത് അത് കൊട്ടാരത്തിൽ തന്നെയാണ്. പഠിപ്പിക്കുന്നവർ അവിടെ എത്തണം, അതാണ് നിയമം. കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ മതിയെന്ന് നാടുവഴി തമ്പുരാൻ തന്നെയാണ് പറഞ്ഞത്. മഹാറാണിയും. ഇവിടെ എന്താ നടക്കുന്നത്? പാലിക്കപ്പെടേണ്ട അകലം നിങ്ങളായി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു. രാജ്യം വാഴുന്ന പൊന്നു തമ്പുരാന്റെ മകൾക്കൊപ്പം നൃത്തം അഭ്യസിക്കാൻ ക്ഷേത്രം പൂജാരിയുടെ മകൾക്ക് എന്താണ് യോഗ്യത? അതിനും തമ്പുരാന്റെ അനുവാദമുണ്ട്. എന്തിനും ഏതിനും തമ്പുരാന്റെ അനുവാദം എന്നൊരു ഉത്തരം മാത്രം. നൃത്താഭ്യാസത്തിനിടയിൽ ഈ കുഞ്ഞിനെ പലപ്പോഴും നിങ്ങൾ അപഹസിച്ചിട്ടുണ്ട്. ക്ഷേത്രം പൂജാരിയുടെ മകളുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നു, താഴ്ത്തിക്കെട്ടുന്നു. ഇതൊക്കെ വാസ്തവമല്ലേ? അല്ല, അങ്ങേക്കൊരു പക്ഷെ തെറ്റുപറ്റിയതാവാം. പറഞ്ഞത് കുഞ്ഞു മാത്രമല്ല, കൊട്ടാരത്തിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരുന്ന തോഴിമാർക്കും ഇതേ പരാതിയാണ്. ഒരു കാര്യം ചെയ്യ, നാളെ മുതൽ വേദപഠനവും നൃത്തപഠനവും വർണ്ണമോൾക്ക് മാത്രം മതി. മറ്റൊരു കുട്ടിക്കും പ്രവേശനം ഇവിടെ സാധ്യമല്ല. ക്ഷമിക്കണം, ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? നാം പറയുന്നത് നാടുവാഴി തമ്പുരാന്റെ കൽപ്പന തന്നെയാണ്. എങ്കിലത് നേരിട്ട് പറയാൻ പറയൂ. തീരുമാനങ്ങളൊന്നും ഞാൻ സ്വയം എടുക്കുന്നതല്ല. ഈ നാട്ടിലേക്കുള്ള വരവും കർമ്മവും അച്ഛൻ തീരുമാനിച്ചതാണ്. അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അച്ഛനെ കാണാം. നമുക്കതിന്റെ ആവശ്യമില്ല. പൊന്നു തമ്പുരാന്റെ കൽപ്പന ഇവിടെ എത്തിക്കാനുള്ള മാർഗം അത് നാം നോക്കിക്കോളാം. പിന്നെ കുഞ്ഞിന്റെ മനസ്സിന് വേദനിച്ചാൽ അത് നാം സഹിക്കില്ല. ഓർത്തു വെച്ചോ. വർണ്ണമോള് വരൂ. നമസ്കരിച്ചു. ഇവിടെ വരാ. മുമ്പ് പറഞ്ഞത് കൊട്ടാരത്തിന്റെ ഗൗരവം. പക്ഷേ ഈ അഴക് കാണാൻ നാം ഇനിയും വരും. വല്ലാതെ കൊതിപ്പിക്കുന്നത്. അപ്പോ നാം ചെയ്തത് തെറ്റാണെന്നാണോ അനുജൻ തമ്പുരാൻ പറയുന്നത്? ഏട്ടന്റെ രീതിയിൽ അത് തെറ്റല്ലായിരിക്കാം, പക്ഷെ ദേശമംഗലത്തിന്റെ രീതികളിൽ അത് തെറ്റ് തന്നെയാണ്. ഹോ, മഹാരാജാവിന്റെ വാക്കുകൾ നമുക്ക് വശമില്ലെന്നായിരിക്കും. നോം പരദേശിയായിരുന്നല്ലോ. ഏട്ടൻ തമ്പുരാൻ കാര്യങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കും. പാടിപ്പുകഴ്ത്തപ്പെട്ട തമ്പുരാൻ കഥകൾ ഒരുപാടുണ്ടാവാം. അവയിലൊക്കെ കൊല്ലും കൊലയും സ്വാർത്ഥതയും വിവരിച്ചിട്ടുമുണ്ടാവാം. പക്ഷെ ദേശമംഗലത്തെ തമ്പുരാൻ എന്ന നിലയിൽ എനിക്കതിലൊന്നും താല്പര്യമില്ല. ദേശമംഗലത്തെ അമ്മയുടെ നാടാണ്. അമ്മയുടെ തിരുമുമ്പിൽ രാജാവും പ്രജകളും എല്ലാം തുല്യരാണ്. അതിൽ കൂടിയ ഒരു സ്ഥാനവും എടുക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പിന്നെ സിംഹാസനത്തിൽ നിന്നിറങ്ങി പൈലി പണിയെടുക്കുന്നവരോട് പോരുതോ? ദേശമംഗലത്തെ തമ്പുരാനെ കുറിച്ച് ഒന്നുകൂടെ വാഴ്ത്തി പാടുമല്ലോ പ്രജകൾ. നോക്കൂ, പൂജാരിയുടെ മകൾ വേദക്കുട്ടി മോളോടൊപ്പം പഠിക്കട്ടെ എന്ന് തീരുമാനിച്ചത് ഒരു നല്ല കാര്യമല്ലേ? ആ കുട്ടി മിടുക്കിയാണ്. ആ കുട്ടിയോട് വർണ്ണമോൾക്ക് തോന്നുന്ന അസൂയ അവളുടെ ബാലചാബല്യമാണ്. അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാനും സുകന്യയും ഇങ്ങോട്ട് വന്നത് അല്ലേ? അനുജൻ തമ്പുരാൻ ആവർത്തിച്ച് വിളിച്ചപ്പോഴും നാം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അറിയാം, വന്നു കയറിയാൽ തമ്പുരാന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വെറും ഒരു സേവകനായി മാറേണ്ടി വരുമെന്ന്. ഏട്ടൻ എന്തായി പറയുന്നത്?
ശത്രുത സൂക്ഷിക്കാമായിരുന്നു മനസ്സിൽ. എന്റെ അച്ഛൻ തമ്പുരാനും എനിക്കും. പക്ഷെ വേണ്ടെന്ന് വെച്ചു, മനഃപൂർവ്വം മറന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോ, അധികാരത്തോട് ഒരു താല്പര്യവും ഈ ചിത്രഭാനുവിനില്ല എന്ന്. ദേശമംഗലത്തെ പൊന്നു തമ്പുരാന് ഒരു ഉന്നത സ്ഥാനം വേണമെന്ന് നാം ആഗ്രഹിക്കുന്നത് അത് അനുജന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയല്ല. എന്തായാലും ഒരു കാര്യം അനുജനും അനുജത്തിയും ഓർത്തോളൂ, ചിത്രഭാനുവിന് ദേശമംഗലത്തെ വെറും ഒരു പ്രജയാവാൻ താല്പര്യമില്ല. ഞരമ്പിലോടുന്ന രാജരക്തം അതിനനുവദിക്കുകയുമില്ല. ഞാൻ ഇക്കാര്യത്തിലൊരു ആശങ്ക അങ്ങയോട് പറഞ്ഞതല്ലേ മുൻപേ തന്നെ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അങ്ങുണ്ടാക്കിയ ചിട്ടകൾ ഓരോന്നോരോന്നായി ഇല്ലാതാവുകയാണ്. ഏട്ടൻ തമ്പുരാനെ വേദനിപ്പിക്കാനാവില്ല, ശാസിക്കാൻ സ്ഥാനം സമ്മതിക്കുകയുമില്ല. പതിയെ പതിയെ ദേശമംഗലത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഏട്ടൻ തമ്പുരാന് മനസ്സിലാവും. മോള് വിഷമിക്കാതിരിക്കേ. സാരയില്ല, വരൂ. വർണ്ണമോളെ, വല്യച്ഛനുമായി വരുമ്പോ വേദക്കുട്ടിയെ ശകാരിച്ചോ? ചോദ്യത്തിന് മറുപടി പറയൂ. യോഗ്യതയില്ലാത്തവരെ വിളിച്ചിട്ട് കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എന്താണ് യോഗ്യത കുറവ്? അതും പറഞ്ഞു തന്ന് കാണുമല്ലോ വല്യച്ഛൻ. അതൊന്ന് പറയൂ. നോക്കൂ കുട്ടി, തമ്പുരാനെയും തമ്പുരാട്ടിയും എനിക്ക് നന്നായി അറിയാം. അവരുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വാക്ക് ഒരിക്കലും കുട്ടി കേൾക്കില്ല. മറ്റുള്ളവരിൽ നിന്ന് കേട്ടാൽ അകന്നു നിൽക്കാൻ കുട്ടി ശീലിക്കണം. നിങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നവരല്ലേ? മറ്റൊരാൾ വേദയെ അപമാനിച്ചാൽ ചോദ്യം ചെയ്യേണ്ടവളല്ലേ നീ? വേദക്കുട്ടിയോട് മാപ്പ് പറയൂ. ഞാൻ പറയില്ല. ഇന്ന് നൃത്ത പഠനം നടക്കണമെങ്കിൽ വർണ്ണമോള് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഞാൻ പറയില്ല. ഞാൻ ഈ നാട്ടിലെ തമ്പ്രാന്റെ മോളാ. ഈ കാര്യം തമ്പുരാനോട് ഞാൻ ചെന്ന് പറയട്ടെ? എന്നിട്ട് അച്ഛൻ തമ്പുരാൻ എന്താ വിധിക്കുന്നതെന്ന് കുട്ടി കണ്ടോളൂ. അച്ഛൻ തമ്പ്രാനോട് പറയണ്ട. എങ്കിൽ മാപ്പ് പറയൂ. മാപ്പ്. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഗുരുകുലത്തിൽ ക്ഷമ പറയുന്നത് ഒരു ആചാരം മാത്രമാണ്. ഇനി അത് വല്യച്ഛനോട് ചെന്ന് പറഞ്ഞ് കോലാഹലത്തിന് ശ്രമിക്കണ്ട. മനസ്സിലായോ? വല്യച്ഛന്റെ കൽപ്പന ഗുരുപുത്രി അനുസരിച്ചില്ലല്ലോ. പിന്നെന്താ വല്യച്ഛൻ അവരെ ശിക്ഷിക്കാത്തെ? എന്നെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചു. അവരെല്ലാരും എന്നെ കളിയാക്കി ചിരിച്ചിട്ടുണ്ടാകും. വല്യച്ഛനോട് വല്യമ്മ പറയും അവരെ ശിക്ഷിക്കാൻ. ഈ രാജ്യം ഭരിക്കുന്നത് മോളുടെ അച്ഛൻ തമ്പുരാനല്ലേ? തമ്പുരാന്റെ തീരുമാനത്തിന് മറികടക്കാൻ ആർക്കും പറ്റില്ല. വല്യച്ഛൻ അച്ഛൻ തമ്പുരാനേക്കാൾ മൂത്തതല്ലേ? മൂത്തൊരു പറയുന്നല്ലേ പ്രാധാന്യം. പക്ഷെ രാജാധികാരത്തിന് അങ്ങനല്ല. അതുകൊണ്ടാണ് മോള് ദേശമംഗലത്തെ അടുത്ത തമ്പുരാട്ടിയാണോന്ന് വല്യമ്മ പറയുന്നത്. മോള് തമ്പുരാട്ടി ആവുമ്പോഴേക്കും ആ പൂജാരി മകളും ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്ന് അപമാനിക്കപ്പെടുന്നതിന്റെ എല്ലാ കണക്കുകളും മോൾ അന്ന് തീർക്കണം. അതിന് കുറെ കാലം കഴിയണ്ടേ? അതുവരെ ഞാൻ അവളുടെ മുന്നിൽ നാണം കിടണോ? എനിക്കിപ്പോ ഗുരുകുലത്തേക്ക് പോകാനേ തോന്നില്ല. അച്ഛൻ തമ്പുരാനോട് അമ്മ തമ്പുരാട്ടിയും പറഞ്ഞാൽ കേൾക്കില്ല. പൂജാരിയുടെ മകൾ ഗുരുകുലത്തിലേക്ക് വന്നാലല്ലേ പ്രശ്നമുള്ളൂ. വരാതെ നോക്കാലോ. അവള് വരും. അവൾ വരില്ല. അതിനുള്ള മാർഗം രാജതന്ത്രത്തിലുണ്ട്. എന്ത് മാർഗം? ശത്രുവിന് നമ്മളെക്കാൾ വലിപ്പമുണ്ടെന്ന് തോന്നിയാൽ കീഴടങ്ങി കൊടുക്കുന്ന പോലെ അഭിനയിക്കണം. എന്നിട്ട് ഒപ്പം നടക്കണം. അവൾക്കൊപ്പം നടക്കാനോ? നടക്കണം. എന്നിട്ട് ആർക്കും സംശയം തോന്നാത്ത ഒരു സമയത്ത് വാ.
തെറ്റൊന്നുമില്ല. ചെയ്യുന്ന തമ്പുരാട്ടിക്കുട്ടിക്ക് ശിക്ഷയുമില്ല. എന്നേക്കുമായി അവളുടെ ശല്യം തീരണ്ടേ? ഉം. തീരും. മോള് നോക്കിക്കോ. വേദ, എന്താ പറഞ്ഞേ? എന്താന്ന് പറയ്. അമ്മ തമ്പുരാട്ടി എന്നെ കൊറേ വഴക്ക് പറഞ്ഞു, വേദയായിട്ട് വഴക്ക് കൂടുന്നതിന്. ഞാൻ വഴക്ക് കൂടുമ്പോ വേദയുടെ മനസ്സ് വേദനിക്കില്ലേ? അതൊന്നും സാരമില്ല. അമ്മ തമ്പുരാട്ടി പറഞ്ഞപ്പോഴാ എനിക്കെന്റെ തെറ്റുകൾ മനസ്സിലായത്. കൊട്ടാരത്തിലെ തമ്പുരാട്ടി കുട്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. വർണ്ണ തമ്പുരാട്ടി കുട്ടി തന്നെയാണല്ലോ, പിന്നെന്താ? വേദ എന്നോട് ക്ഷമിക്കുമോ? എന്നോട് ക്ഷമയൊന്നും പറയണ്ട. വേദ എന്റെ കൂട്ടുകാരിയാകുമോ? ഞാൻ വർണ്ണയുടെ കൂട്ടുകാരി തന്നെയാണല്ലോ ഇപ്പോ, പിന്നെന്താ? ഞാൻ ചെയ്തതൊക്കെ മറക്കുമോ? മറക്കാലോ. എങ്കിൽ ഇനി മുതൽ ഞാൻ വേദന ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല. സത്യം. എനിക്കിപ്പോ എന്ത് സന്തോഷമായെന്നറിയാമോ വർണ്ണയ്ക്ക്? വർണ്ണ എന്നെ വഴക്ക് പറയുമ്പോ എനിക്ക് വലിയ സങ്കടമായിരുന്നു. എന്നാലും ഞാൻ അച്ഛൻ തിരുമേനോട് ഒന്നും പറയാറില്ല. അതെന്താന്നറിയോ? എനിക്ക് വർണ്ണയെ കുറ്റം പറയുന്നത് ഇഷ്ടമില്ല. വേദ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വരുമോ? അച്ഛനോട് ചോദിക്കണം. അച്ഛൻ തിരുമേനോട് ഞാൻ വന്ന് ചോദിക്കാം, അപ്പൊ വിടുമല്ലോ. നമുക്ക് കൊട്ടാരത്തിന്റെ അകത്തും പുറത്തും ഇഷ്ടം പോലെ കളിക്കാം, കൊറേ മധുര പലഹാരങ്ങൾ കഴിക്കാം. കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ വേദ? ഇല്ല, ഞാൻ ഇതുവരെ കൊട്ടാരത്തിലേക്ക് പോയിട്ടില്ല. ഞാൻ കൊണ്ടുപോവാം. അതുപോലെ വേദ എന്നെ വേദയുടെ വീട്ടിൽ കൊണ്ടുപോകുമോ? വർണ്ണ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ? ഇനി മുതൽ നമ്മൾ കൂട്ടുകാരികളല്ലേ, അപ്പൊ പിന്നെ വരുന്നത് കൊണ്ടെന്താ? എങ്കിലൊരു ദിവസം വരും. അച്ഛൻ തിരുമേനിക്ക് നല്ല സന്തോഷാവും. വരാം. പിന്നൊരു കാര്യം. എന്താ? ഗുരുനാഥനോട് ഗുരുപുത്രിയോടും നമ്മൾ ചങ്ങാതിമാരായെന്ന് വേദ പറയുവോ? പിന്നെ ഞാൻ ചെല്ലുമ്പോ തന്നെ ആദ്യം പറയുന്നത് ഇതായിരിക്കും. അവർക്ക് സന്തോഷാവും. എങ്കിൽ വേദയ്ക്ക് ഒരു സമ്മാനം തരട്ടെ. എന്താ? എന്നാ നമുക്ക് ഗുരുകുലത്തിലേക്ക് പോവാം. വാ. ത്രയംബകം യജാമഹേ സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിക ബന്ധന മൃത്യോമുക്ഷിയമാമൃത. അച്ഛാ, കൗതുകമുള്ളൊരു കാഴ്ച കാണിച്ചു തരട്ടെ? എന്താ? ദേ നോക്ക്. അതിശയമാണല്ലോ. ഗുരുവും ചേച്ചിയും ഇനി വർണ്ണയൊന്നും പറയരുത് കേട്ടോ. വർണ്ണ എന്നോട് കൊറേ സംസാരിച്ചു, ചെയ്ത തെറ്റിനൊക്കെ മാപ്പും പറഞ്ഞു. വർണ്ണമോളെ, ഇതെന്താ വേദക്കുട്ടിയോട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ? എന്നോട് അച്ഛൻ തമ്പുരാനും അമ്മയും കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരോടും കൂട്ടുകൂടണം, ആരും വലുതാണെന്നും ചെറുതാണെന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നിയതാ വേദിയോട് കൂട്ടുകൂടണമെന്ന്. നന്നായി. മോള് വരൂ. മോളെ, എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. വലിപ്പച്ചെറുപ്പമൊക്കെ മനസ്സിൽ അഹങ്കാരമുള്ളവർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നേ ഉള്ളൂ. ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാർ തന്നെ. അപ്പോ ഇനി രണ്ടുപേരും തമ്മിൽ മത്സരമൊന്നുമില്ലല്ലോ, വഴക്കുമില്ലല്ലോ. ഞാൻ ഇനി ഒരിക്കലും വേദയോട് വഴക്കിടില്ല. എനിക്കും വർണ്ണയോട് ഒരു പരിഭവവും ഇല്ല. ഇന്നു മുതൽ ഞാനും വർണ്ണയോ ഒന്നാ. വാ. ഒറ്റ മനസ്സോടെ ഒന്നിച്ചു ചേർന്ന് നടക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് അല്ലേ അച്ഛാ? കുഞ്ഞുങ്ങളായി അവർ ചേർന്ന് നടക്കുന്ന കണ്ടപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, ബാല്യത്തിലുള്ള ശാഠ്യങ്ങളൊക്കെ പതിയെ മാറും. ഇത് ദേശമംഗലത്തമ്മയുടെ അനുഗ്രഹം തന്നെ. അമ്മേ ഭഗവതി ദേവി മഹാമായേ. ഇവിടെയല്ലേ നമ്മളന്ന് കുഴിച്ചിട്ടത്? ആ സമയത്ത് ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നില്ലല്ലോ. അതിന് നമ്മൾ പോയിട്ട് ഒരുപാട് കാലമായില്ലേ? സാധനം ഇവിടെ തന്നെ.
ഇവിടെ തന്നെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതും. അല്ല എന്ത് ചെയ്യും? കുടിയിൽ ആരെങ്കിലും ഉണ്ടാവോ? ആരുണ്ടായാലെന്താ, അടിച്ചു വീഴ്ത്തണം. എന്നിട്ട് കുടില് നമ്മൾ പൊളിച്ചു മാറ്റി നമ്മൾ തങ്കവിഗ്രഹം പുറത്തെടുത്തിരിക്കും. അത് കൊണ്ടുപോയി വിറ്റാലേ ഇനിയുള്ള കാലം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇതിനകത്ത് ആരും ഇല്ലെന്ന് തോന്നുന്നു. ആ വാ. ആരാ? ഇവിടെ ആരൊക്കെയാ താമസം? ഞാനും എന്റെ അമ്മയും. അമ്മ എവിടെ? അമ്മ പണിക്ക് പോയിരിക്ക, വൈകുന്നേരേ വരൂ. ഞങ്ങൾ ഈ വീടിനകത്തൊരു സാധനം കുഴിച്ചിട്ടിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി വന്നതാ. എന്ത് സാധനം? അത് നീ അറിയണ്ട, അതെടുത്തിട്ട് ഞങ്ങൾ വെക്കോളാം. പറ്റില്ല. മാറി നിക്ക്, പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയും. വീട്ടിനകത്ത് കയറാൻ പറ്റില്ലെന്ന് വെച്ചാ പറ്റില്ല. കുഞ്ഞാണെന്ന് കരുതിയാ വെറുതെ വിട്ടത്. മുതിർന്നവരാരെങ്കിലും ആയിരുന്നെങ്കിൽ കൊന്നുകളഞ്ഞേനെ. ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. പിടിച്ച് കെട്ടിയിടേ ഇവിടെ. അഹങ്കാരം പിടിച്ച് ഈ നടുങ്ങിൽ അമ്മേ, കെട്ടി ഭഗവതി, ആഞ്ഞു നിൽക്കടി ഇവിടെ. അടങ്ങി കിടന്നോണം അവിടെ. ഇവളുടെ അമ്മ വരാൻ വൈകുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് അതിനു മുമ്പേ കുഴിക്കാം. വേണ്ട. മിണ്ടരുത്, മിണ്ടിയ കൊന്നുകളയും ഞാൻ. നിർത്തൂ. യോഗിനി അമ്മ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കുഞ്ഞിനെ എന്തിനാ പിടിച്ചു കെട്ടിയിരിക്കുന്നത്? നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കൊല്ലാൻ മടിയില്ലാത്തവരാണ് ഞങ്ങൾ. പോകാനല്ലേ പറഞ്ഞത്? പോകാം. ആദ്യം നിങ്ങൾ എന്തിനാ ഇവിടെ കുഴിക്കുന്നതെന്ന് പറയൂ. പോകാൻ പറഞ്ഞാ പോയാ മതി. ഇവിടെ കുഴിച്ചത് കൊണ്ട് നിങ്ങളുടെ തങ്കവിഗ്രഹം നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. ഞങ്ങൾ തങ്കവിഗ്രഹത്തിന് വേണ്ടിയാണ് കുഴിക്കുന്നതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്ന വിഗ്രഹം ഇവിടെയില്ല. അത് നിങ്ങൾ എടുത്തോ? എടുത്തത് ഞാനല്ല, നിങ്ങളെക്കാളും വലിയൊരു കള്ളനാ ആ വിഗ്രഹം എടുത്തത്. ഏതാണവൻ? ആരാണ് ഞങ്ങളുടെ തങ്കവിഗ്രഹം മോഷ്ടിച്ചത്? അവനെ കൺമുന്നിൽ കണ്ടാൽ ആ നിമിഷം ഞങ്ങൾ അവനെ കൊല്ലും. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി കൈക്കലാക്കിയതല്ലേ, അപ്പോൾ അത് നിങ്ങളുടേത് തന്നെയാകും. ഞാൻ വേണമെങ്കിൽ ആ പെരുങ്കള്ളനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എവിടെയാണ് അയാൾ? ആദ്യം ശാന്തമായി എന്റെ കൂടെ വരൂ. കള്ളനെ ഞാൻ കാണിച്ചു തരാം. അന്യായമായി നിങ്ങൾ ഈ കുഞ്ഞിനെ കെട്ടിയിട്ടതല്ലേ? ഈ കുഞ്ഞിനെ അഴിച്ചുവിട്ടാൽ മാത്രമേ ഞാൻ ആ മോഷ്ടാവിനെ കാണിച്ചു തരൂ. മടിച്ചു നിൽക്കണ്ട, പെട്ടെന്നാവട്ടെ. പേടിക്കണ്ട കേട്ടോ. വരൂ. ദേശമംഗലത്തമ്മേ, എവിടെ ഞങ്ങളുടെ മുതൽ മോഷ്ടിച്ച ആ പെരുങ്കള്ളൻ? ദാ ആ മരച്ചോട്ടിലിരിക്കുന്നത് കണ്ടോ? അദ്ദേഹമാണ് മോഷ്ടിച്ചത്. പോയി ചോദിക്കൂ. കൊല്ലണവന്. ഏയ്, ഞങ്ങളുടെ തങ്കവിഗ്രഹം എടുത്തോ? നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ ഒരു പേര് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മുതൽ മോഷ്ടിച്ച പേരും കള്ളനല്ലേ നിങ്ങൾ? നിങ്ങളുടെ മുതല നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? നിങ്ങളുടെ കൃഷിയിടത്തിൽ വിളഞ്ഞതാണോ? ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തന്നതാണോ? അല്ലല്ലോ, മോഷണ മുതലല്ലേ? ആണെങ്കിൽ നിങ്ങൾക്കെന്താ?
എത്രയും പെട്ടെന്ന് തങ്ക വിഗ്രഹം എടുത്തു തരൂ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പറയൂ, എന്താണ്? നോക്കൂ, അഭ്യാസമുറകൾ ശീലിച്ചവരാണിവർ. ഉരുതി ജയിക്കാൻ പറ്റില്ല. ഇവർ പറയുന്നത് അനുസരിക്കുന്നതാവും ബുദ്ധി. ഇവർക്ക് വേണ്ടി വാദിക്കുവാൻ ആളുകളുണ്ടോ? ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? രണ്ടുപേരെയും വിളിച്ച് ഉടൻ സ്ഥലം വിടാൻ നോക്കൂ. അഭ്യാസമുറകൾ എനിക്കും ശീലമുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിങ്ങൾ ഒറ്റയ്ക്ക് എത്ര പേരെ നേരിടും? ആയുധങ്ങളുമായി 10 പേര് വന്നാലും എനിക്കത് നിസ്സാരമാണ്. ഇരുട്ടിൽ പതിയിരുന്ന് ആക്രമിച്ചാ പോലും എന്നെ തോൽപ്പിക്കാനാവില്ല. കേട്ടല്ലോ, എന്തിനാ വെറുതെ മത്സരിക്കാൻ നിൽക്കുന്നത്? അവർ ചോദിക്കുന്നത് കൊടുത്തേക്കും. ഇവർ ചോദിക്കുന്ന വിഗ്രഹം അതിന്റെ ഉടമകൾക്കടുത്ത് എത്തിക്കഴിഞ്ഞു. കള്ളം! കള്ളന്മാർ നിങ്ങളല്ലേ? നിങ്ങൾ പെരുങ്കള്ളനല്ലേ? ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. Ah!